കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 5, 17 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 35 ആരംഭിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: നിയമം അനുസരിക്കുന്നത് നിരവധി ബലി അർപ്പിക്കുന്നതിന് തുല്യമാണ്. നിയമം അനുസരിക്കുന്നത് നിരവധി ബലി അർപ്പിക്കുന്നതിന് തുല്യമാണ്. പറയുണ്ട്, കർത്താവിൻ്റെ നിയമങ്ങൾ, കൽപ്പനകൾ പാലിച്ചാൽ അതിലൂടെ ഉണ്ടാകാവുന്ന നേട്ടം വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് 1 തീമോത്തി 1 അധ്യായം 8 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉചിതമായി കൈകാര്യം ചെയ്യുന്നെങ്കിൽ നിയമം നല്ലതാണ്. ഈ 2 വചനഭാഗവും നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശമാണ്. ഉചിതമായി കൈകാര്യം ചെയ്യാൻ പഠിച്ചവർക്ക് നിയമം വളരെ നല്ലതാണ്. ഇതറിയില്ലാതെ കുറച്ച് നിയമപാലകരായിട്ട് മാറുന്ന വ്യക്തികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ അവർക്ക് നിയമമാണ്, അത് അവരെ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കുകയും ചെയ്യും. പക്ഷെ അവിടെ ഉചിതമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ അവർ പരാജയപ്പെടുന്നു. അങ്ങനെ ഒരു നഷ്ടം വരരുത് എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ 2 വായനകളിലൂടെ. ആദ്യ വായന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം അവിടെ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് 1 രാജാക്കന്മാർ 18 അധ്യായം അതിൻ്റെ 20 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ഒരു വശത്ത് ബാലിൻ്റെ 450 പ്രവാചകന്മാർ, മറുവശത്ത് ദൈവത്തിൻ്റെ ഒരു സത്യപ്രവാചകൻ ഏലിയ പ്രവാചകൻ. ഏലിയ പറയുന്ന നമ്മൾ കേട്ടു, നിങ്ങളല്ലേ ആൾബലമുള്ളവർ, ആദ്യം നിങ്ങൾ തന്നെ ചെയ്തോ. നിങ്ങൾ കാളയെ ഒരുക്കി വിറകിൻ്റെ മുകളിൽ വെച്ചിട്ട് നിങ്ങളുടെ ദൈവത്തെ വിളിക്കുക. ഇനി ഏത് ദൈവമാണോ അഗ്നി ഇറക്കുന്നത് ആ ദൈവമായിരിക്കും സത്യദൈവം. അവർ വിചാരിച്ചു അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഇനി അതുകൊണ്ട് അവർ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് ദൈവത്തെ വിളിക്കാൻ തുടങ്ങി. ബാൽദേവ വരണേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അഗ്നി ഇറക്കണമേ, ഇങ്ങനെയെല്ലാം അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്നും നടന്നില്ല. അതെ, ഇങ്ങനെ ഒരു കാര്യം നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവരെ പരിഹസിച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. നിങ്ങളുടെ ദൈവം ഉറങ്ങുമായിരിക്കും, വിളിക്കേ, ഒച്ചകൂട്ടി വിളിക്കേ, നിങ്ങളുടെ ദൈവം വെളിക്കിറങ്ങിയിരിക്കായിരിക്കും, വിളിക്കേ, വരട്ടെ, എന്നിട്ട് ദൈവം പ്രവർത്തിക്കട്ടെ. ഇതെല്ലാം നടന്നിട്ട് അവരുടെ ദൈവം ഇറങ്ങി അവിടെ ഒന്നും ചെയ്തില്ല. പക്ഷെ നമ്മൾ കാണുകയാണ്, സത്യപ്രവാചകൻ ദൈവത്തെ വിളിച്ചു, അഗ്നി ഇറങ്ങി, ആ ബലിവസ്തുക്കളെല്ലാം അതെല്ലാം അതിൻ്റെ മേൽ വന്ന് നിറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ആ നദിയിൽ അല്ലെങ്കിൽ ആ ചാലിലുണ്ടായിരുന്ന വെള്ളം വറ്റിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ വായിച്ചു കേട്ടൊരു കാര്യമാണ്. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ടൊരു കാര്യം മറക്കരുത്. അവിടെ പറഞ്ഞത്, അന്യദൈവങ്ങളെ ആരാധിക്കുന്നവർ അവരുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ അന്യദൈവങ്ങൾ ഉണ്ടാകരുത്. ഇവിടെ നമ്മൾ കണ്ടല്ലോ, അന്യദൈവങ്ങളെ വിളിച്ചിട്ട് അവിടെ എന്തെങ്കിലും സംഭവിച്ചോ? സത്യദൈവത്തെ വിളിച്ചത് ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ചിലരുടെ മനസ്സിൽ കൂടെ പോകുന്നത്, ഞാൻ ആദ്യം ദൈവത്തെ വിളിച്ചതാണ്, എന്നിട്ട് കാര്യം നടക്കാതെ വന്നപ്പോഴാണ് അന്യദൈവങ്ങളുടെ പുറകെ പോയത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് പല രീതിയിലാണ്. ചിലപ്പോൾ നമ്മൾ ചോദിച്ചത് അതുപോലെ നടത്തി തന്നേക്കാം, ചില സാഹചര്യങ്ങളിൽ നോ പറഞ്ഞേക്കാം,
അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, ദൈവത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകാൻ വേണ്ടിയല്ല. പൗലോസിൻ്റെ ശരീരത്തിൽ ഒരു മുള്ളനുഭവിച്ചപ്പോൾ അവന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, മുള്ളൊന്നും മാറിയില്ല. വീണ്ടും പ്രാർത്ഥിച്ചു, മുള്ളൊന്നും മാറിയില്ല. വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, നിനക്കെൻ്റെ കൃപ മതി. പിന്നീട് അവന് ആ മുള്ളു മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നുമില്ല. പറയുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമുക്ക് ഉത്തരം നൽകുന്നത് നമ്മുടെ നന്മ കണ്ടുകൊണ്ടാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു വിശ്വാസവും ഒരു ആത്മീയ വളർച്ചയും നമുക്കുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും. അന്തിമമായ തീരുമാനം അത് ദൈവം എടുക്കേണ്ടതാണ് എന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു ബോധ്യമുണ്ടാവും. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സത്യദൈവത്തെ വിളിച്ചാൽ ആ ദൈവം നമുക്കായിട്ട് പ്രവർത്തിക്കുന്നത് എപ്രകാരമാണ്? അന്യദൈവങ്ങളുടെ പുറകെ പോയാൽ അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നത് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ ഗിദെയോന് ദൈവം കൊടുത്ത ഒരു സന്ദേശം അവിടെ നമുക്ക് കാണാൻ പറ്റും. ഗിദെയോനോട് ദൈവം പറഞ്ഞൊരു കാര്യം, നീ ധൈര്യമായിട്ട് പോവുക. ശത്രുക്കളുടെ ആ എണ്ണം കണ്ട് നീ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ നിന്നോട് കൂടെ ഉണ്ടാവും. അതുകൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നത് കർത്താവാണ്. അല്ല നമ്മുടെ മസിലോ നമ്മുടെ ആൽബലമോ നമ്മുടെ കഴിവുകളോ ഇതൊന്നുമല്ല. യുദ്ധം ചെയ്യിപ്പിക്കുന്നത് കർത്താവാണ്. ഗിദെയോന് കർത്താവ് കൊടുത്ത ഒരു നിർദ്ദേശമുണ്ട്, ഒറ്റയാളെ എന്ന പോലെ നീ അവരെ നശിപ്പിക്കും. ഒറ്റയാളെ എന്ന പോലെ നിനക്ക് അവരെ നിഗ്രഹിക്കാൻ പറ്റും. കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. എനിക്ക് 450 പേരുണ്ടായിട്ട് നമുക്കറിയാം, 450 പേര് നമുക്കെതിരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ കയ്യിൽ കടാരിയിരിപ്പുണ്ടെങ്കിലും തോക്കിരിപ്പുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അവർ പിന്നീട് നമ്മളെ, അതിലേതാനും പേര് മരിച്ചു വീണാലും നമ്മളെ അവർ കീഴ്പ്പെടുത്തും. ഇവിടെ നമ്മൾ കാണുകയാണ് 450 പേരെയും ഈ ഒറ്റയാൾ വധിക്കുന്നതായിട്ട് നമ്മളിന്ന് ആദ്യ വായനയിൽ ശ്രവിച്ച ഒരു കാര്യമാണ്. എൻ്റെ സന്ദേശം ഇതാണ്, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്നത് അസാധാരണമായ ഒരു ബലമാണ്, അസാധാരണമായ ഒരു ശക്തിയാണ്. ദൈവം കൂടെ ഇല്ലാതെ എത്ര മനുഷ്യരെ കൂടെ നിർത്തിയാലും എത്രമാത്രം കായ്ബലം നമുക്കുണ്ടെന്ന് പറഞ്ഞെന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ അതൊന്നും വിജയത്തിലേക്ക് നമ്മളെ നയിച്ചെന്ന് വരത്തില്ല. ഇത് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു സന്ദേശമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കാണേണ്ടത്, നിയമം നമ്മൾ അവഗണിക്കുന്നവരായി മാറരുത്. ഉചിതമായി അത് കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം. ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകൾ, ചട്ടങ്ങൾ അതൊക്കെ എടുക്കേണ്ട പോലെ എടുക്കണം. ഉചിതമായി കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയമപാലകരായ പോരാ, നിയമം അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുന്നവരായിട്ട് മാറിയ പോരാ, സ്നേഹം ജീവിക്കാൻ നിയമം നമ്മെ സഹായിക്കണം. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വന്നത് നിയമം അസാധുവാക്കാനൊന്നുമല്ല, നിയമം പൂർത്തിയാക്കാനാണ്. എങ്ങനെയാണ് നിയമം പൂർത്തിയാക്കപ്പെടുന്നത്? സ്നേഹം ജീവിക്കുന്നതിലേക്ക് നിയമങ്ങൾ നമ്മളെ നയിക്കുന്നെങ്കിൽ അവിടെ ഈ നിയമം പൂർത്തീകരിക്കപ്പെടുകയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമുക്കാണെങ്കിൽ സാധിക്കും, കൈ ശോഷിച്ച ഒരു മനുഷ്യനെ കർത്താവ് സാബത്ത് ദിവസം സുഖപ്പെടുത്തുന്നത് കാണാൻ പറ്റും. അവരെല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നു, സാബത്ത് ലംഘിക്കുമോ. അപ്പം അതുകൊണ്ട് സാബത്ത് ലംഘിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മാരകമായൊരു പാപമാണ്. അങ്ങനെ നിയമപാലകരായതുകൊണ്ടാണ് ആ സാബത്ത് ദിവസം തന്നെ അവനെ സുഖപ്പെടുത്തുന്നത്. പക്ഷേ നിയമജ്ഞരും പരിസയരും അവർ ദേഷ്യപ്പെട്ട് പറഞ്ഞു, വേറെ 6 ദിവസം ഉണ്ടല്ലോ, ആ ദിവസം സുഖപ്പെടുത്താൻ മേലെ എന്തിനാണ് ഈ സാബത്ത് ദിവസം തന്നെ അത് ചെയ്യുക? ലൂക്ക 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ഒരു സ്ത്രീ. അവരെ സുഖപ്പെടുത്തുന്ന കാര്യം വന്നപ്പോൾ അവിടെ 2 വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടായിരുന്നു. ഒരു കൂട്ടർ പറഞ്ഞു, സാബത്ത് ലംഘിച്ചൊന്നും ഇത് ചെയ്യേണ്ട കാര്യമല്ല. ഇനി കർത്താവ് അവരോട് ചോദിക്കുന്നുണ്ട്, 18 വർഷമായിട്ട് സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ഈ ദൈവ പൈതലിനെ മോചിപ്പിക്കുന്നത് അതല്ലേ ആവശ്യമായിട്ടുള്ളത്? അതോ ഈ സാബത്ത് നിയമമാണോ പ്രധാനപ്പെട്ടത്? ഈ വ്യക്തിയെ രക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉചിതമായി നിയമം കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമപാലനം സ്നേഹം ജീവിക്കുന്നതിലേക്ക് നമ്മളെ നയിക്കണം. സ്നേഹം ബലി കഴിച്ചിട്ടല്ല, കുറച്ച് നിയമങ്ങൾ പാലിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നിയമം പാലിക്കണം, സ്നേഹം ജീവിക്കണം. അത് മനോഹരമായ ഒരു കോമ്പിനേഷനാണ്.
അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.